എറണാകുളം കോതമംഗലത്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ NIA അന്വേഷണം വേണമെന്ന പെൺകുട്ടിയുടെ അമ്മ. പ്രതി റമീസിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന് കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി വിനയ രാജിയുണ്ട്. വിനയ, പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ NIA അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. കോതമംഗലത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ NIA അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റത്തിന് ശ്രമിച്ചതായി കത്തിൽ പറയുന്നുണ്ട്. നിർബന്ധിച്ചാണ് മതം മാറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ പ്രതി അതായത് റമീസിന് വീട് നിലനിൽക്കുന്ന പ്രദേശത്ത് രാജ്യവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്നും മത തീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തം സംശയിക്കുന്നുണ്ടെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ ഒരു NIA അന്വേഷണം വേണമെന്നാണ് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ്. പോലീസ് അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല. വെറും 3 വകുപ്പുകൾ മാത്രമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് 1 ദേഹോപദ്രവമേൽപ്പിക്കൽ, 2 വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, 3 ആത്മഹത്യാ പ്രേരണ. ഈ 3 വകുപ്പുകൾ മാത്രമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നിർബന്ധിത മതം മാറ്റത്തിന് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പും പ്രതിക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല. കേസ് NIAക്കോ മറ്റും കൈമാറണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിക്കും DGPക്കും കുട്ടിയുടെ അമ്മ കത്തയച്ചിരിക്കുന്നത്. ശരി, വിനയ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.